നമ്മൾ ഡി സി മെഷീൻസ് ലാബാണ് 4039 അതിൻ്റെ സബ്ജക്റ്റ് കോഡ് എന്ന് പറയണത്. അപ്പോൾ ഡി സി മെഷീൻസ് ലാബാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ സിലബസും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഡി സി മെഷീൻസ് ലാബിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഡി സി മെഷീൻ്റെ തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഡി സി മെഷീനിൽ മെഷീൻസ് എന്ന് പറയുന്നത് ഒരു വൈഡ് ഏരിയ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ ഡി സി മെഷീൻസും, അതായത് സപ്ലൈയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മെഷീൻസിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഡി സി മെഷീൻസ് അതുപോലെ എ സി മെഷീൻസും. അപ്പോൾ നമ്മൾ സെമസ്റ്റർ 4 നമ്മൾ ഡി സി മെഷീൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡി സി മെഷീൻസിൽ ഡി സി ജനറേറ്റർ ഉണ്ടാവും, അതുപോലെ ഡി സി മോട്ടർ ഉണ്ടാവും. ഡി സി മോട്ടറിൻ്റെയും ഡി സി ജനറേറ്ററിൻ്റെയും വർക്കിങ്ങുകൾ, അതായത് ലോഡ് ടെസ്റ്റുകൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ പാർട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ അതിൻ്റെ സബ്ബായിട്ടുള്ള എന്തെങ്കിലും മെഷീൻസിനെ നമ്മൾ മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടറുകൾ, അതുപോലെ തന്നെ ജനറേറ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിനും ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ടെസ്റ്റിങ്, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കാനുള്ള സിലബസ്, ഏതൊക്കെ ടെസ്റ്റുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്, എന്താണ് ആ ടെസ്റ്റുകൾ ചെയ്യുന്നത് കൊണ്ട്, എങ്ങനെയാണ് ആ ടെസ്റ്റ് ചെയ്യുക, എന്താണ് ആ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഔട്ട്കം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അതായത് അപ്പോൾ അത് ഈ കാര്യത്തിൽ നമ്മൾ ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ഡി സി മെഷീൻ ലാബ് എന്ന് പറയുന്ന വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത് ടു അനലൈസ് ദ പെർഫോമൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഷണ്ട് മോട്ടോർ, അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ടു അനലൈസ് ദ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീരീസ് മോട്ടോർ ആൻഡ് കോമ്പൗണ്ട് മോട്ടോർ. അതായത് ഇപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ നമുക്കറിയാം, ഡി സി മെഷീൻസ് അല്ലെങ്കിൽ ഏതൊരു മെഷീൻസിനും നമുക്ക് എന്തുണ്ട്, ഒരു റൊട്ടേറ്റിംഗ് മെഷീൻസിനൊക്കെ ഒരു സ്റ്റേഷനറി പാർട്ടും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു റൊട്ടേറ്റിംഗ് പാർട്ടും ഉണ്ടാവും അല്ലേ. ഒരു സ്റ്റേഷനറി പാർട്ടും അതുപോലെ തന്നെ ഒരു റൊട്ടേറ്റിംഗ് പാർട്ടും ഉണ്ടാവും. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഈ സീരീസ് ഫീൽഡും ആർമേച്ചറും, രണ്ട് സ്റ്റേഷനറി പാർട്ടിന് ഫീൽഡ് എന്നും അതുപോലെ തന്നെ റൊട്ടേറ്റിംഗ് പാർട്ടിന് ആർമേച്ചർ എന്നുമാണ് നമ്മൾ പറയാം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫീൽഡും അതുപോലെ തന്നെ ആർമേച്ചറും പാരലലാണെങ്കിൽ അതിന് ഷണ്ട് മോട്ടോർ എന്നും, അതുപോലെ തന്നെ ഫീൽഡും ആർമേച്ചറും സീരീസ് ആണെങ്കിൽ അതിന് സീരീസ് മോട്ടോർ എന്നും, അതുപോലെ തന്നെ രണ്ട് വൈൻഡിങ്ങും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കോമ്പൗണ്ട് മോട്ടോർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് മോട്ടറുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം കിട്ടും, അതിൻ്റെ സ്പീഡ് വേരിയേഷൻ എന്താണ്, അതെങ്ങനെയാണ് സ്പീഡിൽ കറങ്ങുന്നത്, ഹൈ സ്പീഡാണോ ലോ സ്പീഡാണോ അതോ അല്ലെങ്കിൽ സിഗ്നൽ സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളും കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ മാക്സിമം എഫിഷ്യൻസി എത്ര വരെ കിട്ടാം, അതുപോലെ തന്നെ ടോർക്കുകളും ഇതും തമ്മിലുള്ള ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ 3 മോട്ടോറിൻ്റെയും, അതായത് ഡി സി മോട്ടറിൻ്റെ ഡി സി സീരീസിൻ്റെയും ഷണ്ടിൻ്റെയും കോമ്പൗണ്ടിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് അറിയാൻ പറ്റും ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ ടു അനലൈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ. ഡി സി ജനറേറ്ററിനെയും നമ്മളിതുപോലെ മോട്ടറിൻ്റെ പോലെ തന്നെ ഷണ്ട്, സീരീസ്, കോമ്പൗണ്ട് എന്ന് പറഞ്ഞ് തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനറേറ്ററുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ലോഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എഫിഷ്യൻസി എത്ര കിട്ടുമെന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫുകൾ, ക്യാരക്ടറിസ്റ്റിക്സ്, OCC, ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടർ, അതുപോലെ ഷോർട്ട് സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യാൻ നമുക്ക് പറ്റും എന്തിൽ, ഈ കോഴ്സ് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, പിന്നെ നമുക്കതിനെ ഒരു 10-12 എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ട് ഓരോ തരം എക്സ്പെരിമെൻറ്റ്, മോട്ടറിലായാലും ജനറേറ്ററായാലും സെപ്പറേറ്റ് എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് എക്സ്പെരിമെൻ്റ് എന്ന് നോക്കാം. ഒന്നാമത്തെ ടു കളക്ട് ദ നെയിം പ്ലേറ്റ് ഡാറ്റ ആൻഡ് ഐഡൻറ്റിഫൈ പവർ സപ്ലൈ കൺട്രോൾസ് ആൻഡ് ടെർമിനൽസ് ഓഫ് ഡി സി മെഷീൻസ്. അതായത് ഇപ്പോൾ ഡി സി മെഷീൻ എന്ന് പറഞ്ഞാൽ അത് മോട്ടർ ആവട്ടെ ജനറേറ്റർ ആവട്ടെ, അതിൻ്റെ നെയിം പ്ലേറ്റിൽ നമുക്ക് കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ ആർമേച്ചറിലേക്കുള്ള കണക്ഷൻ നമ്മൾ സപ്ലൈ സെപ്പറേറ്റ് ആയിരിക്കും, മോട്ടറിൻ്റെ കണക്ഷൻസ് സെപ്പറേറ്റ് ആയിരിക്കും. നമ്മൾ ഫീൽഡിലേക്ക് സപ്ലൈ കൊടുക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ആർമേച്ചറിലേക്ക് സപ്ലൈ കൊടുക്കുന്നുണ്ടാവും,
അപ്പോൾ ആർമേച്ചറിൻ്റെ ടെർമിനൽസ് A1 A2 അതുപോലെ തന്നെ ഫീൽഡിൻ്റെ ടെർമിനൽസ് F1 F2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. സീരീസ് ആണെങ്കിൽ S1 S2 അല്ലെങ്കിൽ Z1 Z2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടർ കൊടുക്കുന്ന മോട്ടറിക്കാണെങ്കിൽ സ്റ്റാർട്ടർ കൊടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടറിൻ്റെ 3 പോയിൻറ്റ് സ്റ്റാർട്ടർ, 4 പോയിൻറ്റ് സ്റ്റാർട്ടർ, 2 പോയിൻറ്റ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ സ്റ്റാർട്ടറുകൾ ഉണ്ടാവും. അപ്പോൾ അതിനതുപോലെ L F A A1 A2 എന്നൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ L F A L1 L2 F A എന്നൊക്കെ പറഞ്ഞ് ടെർമിനൽസ് ഉണ്ടാവും. അപ്പോൾ ആ ടെർമിനൽസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഏതൊക്കെ ടെർമിനൽസ് എവിടെ നിന്ന് എവിടേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് വരുന്നത് ടെർമിനൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ തിയറിയിൽ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് പഠിക്കുന്നുണ്ട്. അത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ആ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ തിയറിറ്റിക്കലായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ അതൊരു ഫിഗർ കാണുക അല്ലെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മോട്ടർ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് DC മെഷീൻ്റെ ഉള്ളിലുള്ള പാർട്സ് നമ്മൾ എന്ത് ചെയ്യാണ്, പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന എക്സ്പെരിമെൻ്റാണ് എന്ന് പറയുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ മൂന്നാമത്തെ എന്ന് പറയുന്നത് സ്റ്റാർട്ടറുകളെ ഡിസ്മാൻഡ്ലിങ്ങും അതിൻ്റെ പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. അതായത് സ്റ്റാർട്ടറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോട്ടറിന് എന്തായാലും സ്റ്റാർട്ടർ നിർബന്ധമാണ്. അപ്പോൾ AC മോട്ടറുകളാണെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ നമുക്കറിയാം DOL സ്റ്റാർട്ടറുകൾ പോലെയുള്ള സ്റ്റാർട്ടറുകളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് കണ്ടു പരിചയമുണ്ട്. പക്ഷേ DC മോട്ടറുകളിലെ സ്റ്റാർട്ടർ നമ്മൾ വല്ലാതെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, വീടുകളിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പരിചയം ഉണ്ടാവാത്ത സാധനമാണ് DC മോട്ടറിൻ്റെ സ്റ്റാർട്ടറാണ്. മൂന്നെണ്ണാണുള്ളത്. 2 പോയിൻറ്റ് സ്റ്റാർട്ടർ, അതുപോലെ 3 പോയിൻറ്റ് സ്റ്റാർട്ടർ, 4 പോയിൻറ്റ് സ്റ്റാർട്ടർ. അത് നമ്മൾ ഈ 3 മോട്ടറും കൈകാര്യം ചെയ്യാനുള്ള സ്റ്റാർട്ടറുകളാണ്. അപ്പോൾ അതിൻ്റെ പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അതിൻ്റെ പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് മൂന്നാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നാലാമത്തെയും അഞ്ചാമത്തെയും എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളൊരു ജനറേറ്ററിനെ വർക്ക് ചെയ്യിച്ചിട്ട് അതിലുണ്ടാകുന്ന EMFും കറണ്ടും തമ്മിൽ, അതായത് ഇപ്പം നമ്മളൊരു ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ അതിന് EMF ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ മെക്കാനിക്കൽ എനർജീനെ എന്താക്കുകയാണ്, ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുകയാണ്. അപ്പോൾ ആ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുമ്പോഴുള്ള EMF നമ്മൾ എന്ത് ചെയ്യാണ്, ഡിറ്റർമിൻ ചെയ്യുകയാണ്. അത് സെൽഫ് എക്സൈറ്റഡിൻ്റെയും അതുപോലെ തന്നെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, അതായത് ഫീൽഡിനെ നമുക്ക് 2 രീതിയിൽ എക്സൈറ്റ് ചെയ്യിക്കാം. അതൊക്കെ എന്താണ് നമ്മൾ തിയറിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റ് ചെയ്യുന്ന ജനറേറ്ററിൻ്റെയും അതുപോലെ സെൽഫ് എക്സൈറ്റ് ചെയ്യുന്ന ജനറേറ്ററിൻ്റെയും ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതും അതിൻ്റെ ഡിഫറെൻറ്റ് സ്പീഡുകൾ, അതായത് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നാലാമത്തെയും അഞ്ചാമത്തെയും എക്സ്പെരിമെൻറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ പിന്നെ ആറാമത്തെ ഏഴാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോഡ് കൊടുത്തിട്ട്, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന EMFൻ്റെ ഫുൾ വോൾട്ടേജ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ 230 വോൾട്ട് ആണെങ്കിൽ 230 വോൾട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിനെ ഒരു ലോഡിലേക്ക് കൊടുത്തിട്ട് അതിൻ്റെ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആറാമത്തെ ഏഴാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഒന്ന് DC സീരീസ് മോട്ടറിൻ്റെയും അതുപോലെ കോമ്പൗണ്ട് DC സീരീസ് ജനറേറ്ററിൻ്റെയും അതുപോലെ DC കോമ്പൗണ്ട് ജനറേറ്ററിൻ്റെയും ലോഡ് ടെസ്റ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ആറാമത്തെ ഏഴാമത്തെ എക്സ്പെരിമെൻ്റായിട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ എട്ടാമത്തെ ഒമ്പതാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ മോട്ടറിൻ്റെ വർക്കാണ്. മോട്ടോറിൻ്റെ വർക്കിൽ DC ഷണ്ട് മോട്ടോറിൻ്റെ ഫീൽഡ്, അതായത് ഇപ്പോൾ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. മോട്ടറിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും 2 രീതിയിൽ. ഫീൽഡിലേക്കുള്ള കണക്ഷനും അതുപോലെ ആർമേച്ചറിലേക്കുള്ള കറണ്ടും കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ വേരിയേഷൻ വരുത്താൻ പറ്റും. കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറാണ് എന്തെന്ന് പറയുന്നത് ഷണ്ട് മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡ് കുറയ്ക്കാനോ കൂട്ടാനോ നമുക്ക് എന്ത് പറ്റും ചെയ്യാൻ പറ്റും, അതായത് ആർമേച്ചർ കൺട്രോളും ഫീൽഡ് കൺട്രോളും ചെയ്തിട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് സംഭവിക്കുന്നത്, ആർമേച്ചർ കൺട്രോൾ ചെയ്ത് എന്ത് സംഭവിക്കുന്നു, ഫീൽഡ് കൺട്രോൾ ചെയ്ത് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് എട്ടാമത്തെയും ഒമ്പതാമത്തെയും എക്സ്പെരിമെൻ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ 10ാമത്തെ 11ാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് രണ്ടിൻ്റെ, അതായത് സീരീസ് മോട്ടറിൻ്റെയും ഷണ്ട് മോട്ടോറിൻ്റെയും ലോഡ് ടെസ്റ്റാണ്. അതായത് നമ്മൾ മോട്ടർ കറക്കിയിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ബെൽറ്റ് ഉപയോഗിച്ചിട്ട് വെയിറ്റ് ലോഡ് കൊടുക്കുകയാണ്. അപ്പോൾ മോട്ടറിൽ നമ്മൾ ലോഡ് കൊടുത്തതിന് ശേഷം ആ ലോഡ് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ലോഡ് കൊടുത്ത
അതിൽ എഫിഷ്യൻസി ഔട്ട്പുട്ട് കണ്ടെത്തിയിട്ട് ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി കിട്ടും. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കാണുക. അതുപോലെ അത് നമ്മൾ കറണ്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സുകൾ വരയ്ക്കുക എന്നുള്ളതൊക്കെയാണ് 10ാമത്തെയും 11ാമത്തെയും എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി 12ാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ലോഡിങ് ചെയ്ത അതേ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രീഡിറ്റർമിൻ ചെയ്ത് കണ്ടുപിടിക്കാം. ലോഡ് കൊടുക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇത്രമാത്രം ഉണ്ടാവും, മാക്സിമം പോകുന്നത് ഇത്രയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നോ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നോ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മൾ വർക്കുകൾ എന്ന് പറയുന്നത്. ഈ വർക്കുകൾ നമ്മൾ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും ചിലപ്പോൾ 2 സൈക്കിളായിട്ടാവും ചിലപ്പോൾ നമ്മൾ ചെയ്യുക. 6 എക്സ്പെരിമെൻ്റുള്ള സൈക്കിളായിട്ട് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെ നമ്മൾക്കത് എന്ത് ചെയ്യാം? കൈകാര്യം ചെയ്യാം. ഓക്കെ.